കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ജോബി കൈനാടത്തോർബിലിനെ സ്നേഹത്തോടെ സ്വാഗതത്തിനായിട്ട് ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ അയ്യപ്പൻ ചേട്ടന് തെക്കുംഭാഗം അങ്ങാടിയമ്പ കമ്മിറ്റിയും നല്ലവരായ സുമനസുകളുടെ സഹായത്താൽ നമ്മളൊരു ഭവനം ഒരുക്കി കൊടുക്കുകയാണ്. നമുക്കറിയാം, അയ്യപ്പൻ ചേട്ടൻ ഈ കനാലിൻ്റെ സൈഡിൽ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ ജീവിച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അത്രയധികം ബുദ്ധിമുട്ടിൽ ജീവിച്ചിരുന്ന അയ്യപ്പൻ ചേട്ടന് ഇങ്ങനൊരു ഭവനം പണിതു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ പള്ളിയുടെ ശുശ്രൂഷിയായ ശ്രീ താണിയത്ത് സേവ്യർ ജോണിച്ചേട്ടനാണ്. ഈ ജോണിച്ചേട്ടൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു കാരുണ്യം പറ്റാത്തൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമുക്ക് ഇവിടെ ഈ ഭവനം അയ്യപ്പൻ ചേട്ടന് കൊടുക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ അങ്ങാടി അമ്പത് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് അയ്യപ്പൻ ചേട്ടന് ഈ വീട് ഒരുക്കി കൊടുക്കാൻ നല്ല മനസ്സോടെ ആള് ഈ വീട് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമ്മളത് വളരെയധികം ബുദ്ധിമുട്ടി പല നല്ല മനസ്സിൻ്റെ ആൾക്കാരുടെ സഹായം കൊണ്ട് നമ്മളത് എല്ലാ പണികളും പൂർത്തീകരിച്ചു. ഒരു സൈഡൊക്കെ ഇങ്ങനെ ഓടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പട്ടിക കഴിക്കോല് ഇതൊക്കെ ആളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു. നമ്മളതൊക്കെ വളരെ വൃത്തിയായി എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത് നല്ലൊരു ഭവനം ഒരുക്കി അദ്ദേഹത്തിന് കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ജോണിച്ചേട്ടന് അങ്ങാടിയമ്പ് കമ്മിറ്റിയുടെ ഇതിന് സഹകരിച്ച എല്ലാവരുടെയും പേരിൽ നല്ലൊരു അഭിനന്ദനം അറിയിക്കുകയാണ് ഞാൻ. അതോടൊപ്പം തന്നെ പലരും സാമ്പത്തികമായും മറ്റു പല കാര്യങ്ങളാലും നമ്മുടെ ഈ ഉദ്യമത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഈ സഹകരിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഇന്നത്തെ ഈ ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുന്ന താക്കോൽദാനം കർമ്മം ചെയ്യാൻ വന്നിരിക്കുന്ന നമ്മുടെ ആളൂർ സെൻറ് ജോസഫ് പള്ളി വികാരി ജോയി കടമ്പാട്ടച്ചൻ, അദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നാട്ടുകാരും, അയലക്കാർ, പരിസരവാസികൾ, നാട്ടുകാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും ഞാൻ ഏറെ സ്നേഹത്തോടെ ഇവിടെ ഓർക്കുകയാണ്. നിർത്തട്ടെ. നന്ദി. പട്ടണക്കാരൻ ശ്രീ ജോണി, തെക്കാമ്പസമായ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വേദിയിലാണ് ഞാനിപ്പോൾ. ഭവനമില്ലാത്തൊരു വ്യക്തിക്ക് ഭവനം ഉണ്ടാക്കി കൊടുക്കുക വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ഇതിന് പിറകിൽ അധ്വാനം മാത്രമല്ല, നല്ല മനസ്സ് ഉണ്ടാകണം. പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജോണി അദ്ദേഹം താമസിച്ചിരുന്ന ഈ വീട് ഈ കാലത്തിലേക്ക് വേണ്ടി നീക്കി വെച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരുപാട് നന്മ അർഹിക്കുന്നവരാണ്. സംവിധാനത്തിന് മുമ്പിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അനുഗ്രഹങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ പോലും അത് പ്രാവർത്തിക പദ്ധതിയിലാക്കണമെങ്കിൽ നല്ല മനസ്സുള്ള കുറേ ആളുകൾ ഒരുമിച്ച് കൂടണം. തെക്കാമ്പ് സമുദായം ഭാരവാഹികൾ ഈ കാര്യത്തിലേക്ക് ഒരുമിച്ച് ചേർന്നു, നേതൃത്വം എടുത്തു. അതോടൊപ്പം തന്നെ അതിന് സഹകരിക്കാൻ ഒരുപാട് മനുഷ്യർ, നല്ല മനസ്കരായിട്ടുള്ള ആളുകളുണ്ടായി. അതിൻ്റെയൊക്കെ പൂർത്തീകരണമായിട്ടാണ് ഈ ഭവനം ഇവിടെ നിന്ന് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീ അയ്യപ്പൻ ഇവിടെ നാട്ടുകാരുടെ ഒക്കെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ്. വളരെ ബുദ്ധിമുട്ടി ഒരു വീട് എന്നുള്ള സ്വപ്നം പ്രാവർത്തികമാക്കാൻ പറ്റാതെ ആയിരുന്ന അയ്യപ്പന് ഇവരുടെയൊക്കെ സഹകരണത്തോടെ ഒരു വീട് പണിതു കൊടുക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ നല്ല വലിയ കാര്യത്തിന് നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയാണ്. സങ്കീർത്തനത്തിൽ വിശുദ്ധ ബൈബിളിൽ ഒരു സങ്കീർത്തനം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൽ പറയുന്നൊരു വാചകമുണ്ട്,
കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. അപ്പോൾ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധിക്കും. നമ്മൾ അധ്വാനം ഫലപ്രദമാകും. കൂടെ ഇല്ലെങ്കിലോ അധ്വാനം നിഷ്ഫലമായി പോകും. അപ്പം ഇവിടെ തമ്പുരാൻ്റെ ഈ വലിയ നമ്മുടെ അധ്വാനം ഫലപ്രദമായി കാരണം നല്ല മനസ്സുള്ള ഒരുപാട് പേര് കൈകോർത്തപ്പോഴാണ്. ഞാൻ നീണ്ടൊരു പ്രസംഗത്തിനൊന്നും മുതിരുകയല്ല. ഈ തെക്കേ അമ്പ് സമുദായം ഒരു വലിയ അങ്ങാടി അമ്പ് നടത്തുന്നതിനേക്കാൾ ഉപരി ജീവകാരുണ്യകരമായ കുറേ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് തീർച്ചയായിട്ടും വലിയ കാര്യമാണ്. അവിടെ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ശ്രീ ജോണി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് നല്ല മനസ്സിന് തമ്പുരാൻ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന അയ്യപ്പൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അവരുടെ ജീവിതം ഐശ്വര്യം പ്രാപിക്കട്ടെ, സമ്പന്നമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും അനുഭവത്തോടെ ഈ ഭവനം ഇവിടെ പടുത്തുയർത്തിയ ഈ ഭവനം ശ്രീ അയ്യപ്പന് ഞാൻ കൈമാറുകയാണ്. അതിൻ്റെ താക്കോൽ അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങളും പ്രാർത്ഥനാശംസകളും നേരുന്ന എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ വികാരിയച്ഛൻ അയ്യപ്പന് നമ്മുടെ ജനറൽ കൺവീനറിൽ നിന്നും താക്കോല് അയ്യപ്പന് കൈമാറും. അത് കഴിഞ്ഞാൽ റിബൺ കട്ട് ചെയ്യുന്ന ചടങ്ങും വികാരിയച്ഛൻ ചെയ്യും. തുടർന്ന് അയ്യപ്പൻ ചേട്ടൻ താക്കോൽ ഉപയോഗിച്ച് ഭവനം ലോക്ക് തുറക്കുന്നതാണ്. ഇനി നമ്മുടെ വികാരിയച്ഛൻ റിബൺ കട്ട് ചെയ്യുന്ന ചടങ്ങാണ്. സ്നേഹമുള്ളവർ എല്ലാവരും ഒന്ന് അടുത്ത് നിന്നാൽ നന്നായി. ആദ്യം റിബൺ കട്ട് ചെയ്യുന്ന ചടങ്ങ് നമ്മുടെ വികാരിയച്ഛൻ ചെയ്യുന്നു. എല്ലാവരും നല്ലൊരു കൈയ്യടി കേട്ടോ. നമ്മളൊരു ഭവനമാണ്, സ്നേഹഭവനം. നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ നമ്മുടെ വാതിലിന്റെ ലോക്ക് തുറക്കുകയാണ്. നമ്മളെ എല്ലാവരെയും ഉള്ളിലേക്ക് സ്നേഹത്തോടെ ആള് ക്ഷണിക്കുകയാണ്. അയ്യപ്പൻ ചേട്ടൻ പേടിക്കണ്ട, ധൈര്യമായിട്ട് ശാന്തമായി തുറക്ക്. അതിന് ലോക്ക് തുറന്നു, വാതില് തുറന്നു. നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ കയറി വികാരിയച്ഛൻ പ്രാർത്ഥിക്കുന്നതാണ് ഈ ഭവനത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി. ആളൂര് മാള വഴിക്ക് പോണ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ താഴെയുള്ള ജോണി എന്ന ഒരു ചേട്ടന്റെ വീട്ടിലേക്കാണ്. ഈ ചേട്ടന് വളരെ വലിയൊരു കാരുണ്യ പ്രവർത്തനം ചെയ്തതായിട്ട് ഇവിടെ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ വികാരിയച്ഛൻ ജോണിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരുപാട് സന്തോഷമാണ് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ. കാരണം നമ്മുടെ ഇടവക്കാരൻ, ഒപ്പം തന്നെ ഇടവകയുടെ ദേവാലയ ശുശ്രൂഷയായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ജോണി, അദ്ദേഹത്തിന്റെ കുടുംബം, അവര് വലിയൊരു മഹാമനസ്കത കാണിച്ചിരിക്കുകയാണ്. ഒരു വീടില്ലാതെ, സ്വന്തമായിട്ടൊരു വീടില്ലാതെ വിഷമിച്ചിരുന്ന ഒരു സഹോദരനായ അയ്യപ്പൻ എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ കുടുംബം, അവരുടെ ആ ദീനമായുള്ള അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഇത്രയും കാലം ജീവിച്ചിരുന്ന ഈ ഭവനം ഇവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള നല്ല മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. ഇതിന് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ മനുഷ്യർക്കൊന്നും തോന്നാത്ത വലിയൊരു വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമകൾ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ജോണിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ജോണിക്കും കുടുംബത്തിനും ഉണ്ടാകും എന്നുള്ളൊരു സംശയം വേണ്ട. ജോണി അവിടെ ദേവാലയ ശുശ്രൂഷയാണ്, തമ്പുരാന്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിത്വമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് അർത്ഥത്തിലും അദ്ദേഹത്തിന് ഒരുപാട് നന്മകള്, അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളത് ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ തമ്പുരാനുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ജോസഫ് അച്ഛനാണ്, അദ്ദേഹം വൈദികനാണ്. മിഷൻ രൂപതയിൽ വർക്ക് ചെയ്യുന്ന, വളരെ കഠിന പ്രയത്നം ചെയ്യുന്ന വൈദികനാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജോണിയുടെ ഭാര്യ ഇവിടെ ഈ പള്ളിയിലെ മാതൃവേദിയിൽ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് മക്കളായാലും അങ്ങനെ തന്നെ. അപ്പൊ അദ്ദേഹത്തിന് നല്ല മനസ്സിനെ ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു. നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ശ്രീ അയ്യപ്പന് തീർച്ചയായിട്ടും ഇത് ഒരു വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഭവിക്കട്ടെ. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്.
അവരൊക്കെ ഈ നാടിനും ഈ ഈ ദേശത്തിനും ഒക്കെ പ്രിയപ്പെട്ട മക്കളായിട്ട് വളർന്നു വരുന്നത്, നന്നായിട്ട് പഠിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അവര് പഠിച്ചു മിടുക്കന്മാരായി ഈ കുടുംബത്തിനും നാടിനും ദേശത്തിനും ഒക്കെ പ്രിയപ്പെട്ട മക്കളായിട്ട് വളർന്നു വരട്ടെ. ശാരീരിക സൗഖ്യത്തോടെ അവർക്ക് ജീവിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ആശംസിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അയ്യപ്പേട്ട അത് പേടിക്കേണ്ടത് വളരെ എവിടെയോ സ്ഥലം എന്നറിയോ? മെയിൻ റോഡിലാണ്. അത് വലിയ കുഗ്രാമത്തിലൊന്നും പോയിട്ടല്ല ജോണിക്കുട്ടൻ തന്നത്. എന്റെ ജോണി എന്റെ ക്ലാസ്മേറ്റാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് 5 വർഷം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ജോണി. എങ്ങനെ ജോണിയുടെ നല്ല മനസ്സിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഭവനം ഒരുക്കി തന്ന ജോണി ചേട്ടനും തെക്കും ഭാഗം അങ്ങാടിയമ്പ് കമ്മിറ്റിക്കും എല്ലാ അംഗങ്ങൾക്കും എന്നെ സാമ്പത്തികമായി സഹായിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഭവനം ഇവിടെ ശ്രീ അയ്യപ്പന് കൊടുക്കുകയുണ്ടായി. അതിനുവേണ്ടി വന്ന് സഹകരിച്ച മെയിനായിട്ട് പ്രത്യേകമായിട്ട് ജോണി താണിയത്തിന് നന്ദി പറയുകയാണ്. ജോണി താണിയത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കാര്യം നടന്നത്. അപ്പോൾ ജോണി താണിയത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും തെക്കുംഭാഗം അങ്ങാടിയമ്മൻ്റെ പേരിൽ വളരെ ഹൃദ്യമായൊരു നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി വന്ന് നമ്മുടെ ഈ കർമ്മം മംഗളമാക്കി തന്ന വികാരിയച്ഛന് പ്രത്യേകം ആളൂർ സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ വികാരിയച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ തെക്കുംഭാഗം അങ്ങാടിയമ്മിൻ്റെ കൺവീനർ ഇതിനു വേണ്ടി എല്ലാവിധ കാര്യങ്ങളും തയ്യാറാക്കി തന്ന് എല്ലാം ഒരുക്കി തന്ന ശ്രീ ജോബി കൈനാട് ദ്വാർമലിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിൽ സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീട് നമ്മുടെ ആളൂർ പള്ളിയുടെ അവിടെ നിന്ന് മാളയ്ക്ക് പോണ വഴിയിൽ പഴയ ഗേറ്റില്ലേ, ഗേറ്റിൻ്റെ അടുത്താണ്. വളരെ വീട് അത്ര വലിയ വീടല്ലെങ്കിലും ഇത് മെയിൻ റോഡാണ്. ഓവർബ്രിഡ്ജാണ് കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മാളയ്ക്ക് പോണ വഴിയാണ്. നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് വീട് ഒരു കൊടുത്തേക്കുന്നത്. എന്തായാലും ഇത് കൊടുത്ത ആ ജോണി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് 1000 നന്ദികൾ അർപ്പിക്കുന്നു.